أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة وكان نبينا مصطفى محمد صلى الله عليه وسلم وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم لا ينجب أحد منكم بعمله قالوا ولا أنت يا رسول الله وكان نبينا محمد صلى الله عليه وسلم ولا أنا أنت رضي الله برحمة منه وفضل صدق الله مولانا العلي العظيم മരണം നമ്മിൽ താണല്ലോ മർത്യനതു ചിന്തിക്കാൻ ഒഴിവില്ലല്ലോ മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന് മനുഷ്യരോട് പേടിക്കുമല്ലോ മരണം നമ്മിൽ ഫർദാണല്ലോ മർത്യനതു ചിന്തിക്കാൻ ഒഴിവില്ലല്ലോ മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന് മനുഷ്യരോട് പേടിക്കുമല്ലോ. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ള അമലായി ഏറ്റെടുക്കണം. റഹ്മാനെ, വല്ല അപാകതകളും വന്നു പോയിട്ടില്ല, അതവുകളും വന്നു പോയിട്ടില്ലെല്ലാം നീ വിട്ടുപുറത്തും മാപ്പാക്കണം റഹ്മാനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം ആത്മാവിന്റെ യാത്ര. അതായത് ദുനിയാവിൽ ഒരു ജീവിതം എന്ന് പറയുന്ന സംവിധാനമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പൂർത്തിയായി എന്നൊരു മറ്റൊരു സംവിധാനമാണ് മരണം എന്ന് പറയുന്ന പ്രതിഭാസം. ആദ്യം തന്നെ എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്ന് അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തി. ആത്മാവിന്റെ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദുനിയാവിയായ ജീവിതത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഭൗതികമായ നശ്വരമായ ശ്വാസമല്ലാത്ത ഈ ജീവിതത്തിന്റെ ഉൾക്കടലിലേക്ക് നമ്മൾ വെളിയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിച്ച സ്ഥലമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് പരസ്പരം ബന്ധപ്പെട്ട് പ്രതിപാദിച്ചതുപോലെ നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി തറവാടുകളും സംവിധാനങ്ങളും സംവിധാനിച്ച് ദുനിയാവിൽ ജീവിക്കുമ്പോൾ പരസ്പരം തിരിച്ചറിയുന്നത് പോലെ ആ പരസ്പരം തിരിച്ചറിയുന്നതിന്റെ ഇടയിൽ പോലും നമ്മൾ പരസ്പരം ചോദിക്കാറുണ്ട്, എവിടെയോ കണ്ട പോലുണ്ട്. പലപ്പോഴും നമ്മൾ ആരെയെങ്കിലും കാണുമ്പോൾ അറിയാതെ ചോദിക്കും, എവിടെയോ കണ്ടൊരു പരിചയമുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുത്തത്. ഒരു പക്ഷേ ആ കണ്ടുമുട്ടൽ, ആ ഒരു കാഴ്ച അള്ളാഹു നേരത്തെ സംവിധാനിച്ച അർവാഹുകളുടെ ലോകമാണ്, ആലമുൽ
എന്ന് പറയുന്ന ലോകത്താണ് ഓരോ മനുഷ്യന്മാരും ആലമിൽ അർവാഹിൽ നേരത്തെ കാലത്തെ കണ്ടുമുട്ടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു തിരിച്ചു പോക്കുണ്ട്, ആത്മാവിന്റെ യാത്രയുണ്ട്. ആ യാത്രക്ക് മുമ്പ് പല മുന്നറിയിപ്പുകളും പറയുന്ന കൂട്ടത്തിൽ പരസ്പരം നമ്മൾ സ്വഭാവത്തോടുകൂടി സ്വാഭാവികമായി പറയുന്ന വർത്തമാനമാണ് എവിടെയോ കണ്ട നല്ല പരിചയത്തിൽ. നമ്മൾ സാധാരണ പറയാറുണ്ട്, സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കാണ് എവിടെയോ നല്ല കണ്ട പരിചയമുണ്ട്. അതിനാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. ആ കാഴ്ച ഒരു പക്ഷേ അർവാഹിൽ ആത്മാക്കളെ വിളിച്ചു കൂട്ടിയ സന്ദർഭത്തിലായിരിക്കാം, ആ ഒരു മാനസിക പൊരുത്തമായിരിക്കാം പിന്നീട് ദുനിയാവിലും നമ്മിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ ഉൾപ്പൊരുൾ അങ്ങനെയാണ്, സാരം അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു പറയുന്ന ആയത്തുണ്ട്, അലസ്തു ബിറബ്ബിക്കും അലസ്തു ബിറബ്ബിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ ആലുൽ അർവാഹിൽ പരസ്പരം ആത്മാക്കൾ, നമ്മുടെ ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് വേണ്ട രൂപത്തിലുള്ള ഒരു കണ്ടുമുട്ടലില്ല എന്ന് മാത്രം, ഒരു പരിചയപ്പെടലിന്റെ തുടക്കം എന്ന് മാത്രം, ഒന്ന് വിശദമായി പരിചയപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. വിശദമായി പരിചയപ്പെടാനും പരസ്പരം ബന്ധപ്പെടാനും വേണ്ടിയാണ് ഭൂമിലോകത്തേക്ക് അല്ലാഹു നമ്മളെ പറഞ്ഞയച്ചത്. ഈ ലോകത്ത് കാണുന്ന സർവ്വ ജനങ്ങളും സർവചരാചരങ്ങളെയും മനുഷ്യനുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യരായ എല്ലാ മൃഗങ്ങളെയും ലോകത്ത് കാണുന്ന സർവചരാചരങ്ങളും എല്ലാ മനുഷ്യരും നമ്മുടെ പ്രിയപ്പെട്ട വല്ലുമ്മ ഹവ്വ റളിയല്ലാഹുവിന്റെ ഭാര്യയിൽ നിന്ന് വിസർജിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ചോദിച്ച ചോദ്യം ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ നിങ്ങളും അടങ്ങുന്ന മനുഷ്യകുലം തന്നെ, ആദം സന്തതിയുടെ വലിയൊരു പരമ്പര തന്നെ. അന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു, ബല വശഹിദിന, ബല ഷഹിദിന, അതെ നീ നമ്മളെ റബ്ബാണ്, നമ്മളതിന് സാക്ഷിയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ടെത്തിയപ്പം എല്ലാവർക്കും തീർന്നു. ഭൂമിയിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചപ്പോൾ ആ കരാറിനെ മുറുകി പിടിച്ച് ജീവിക്കുന്നവർ കുറച്ചു പേരുണ്ട്, അല്ലാത്തവർ ഇപ്പോഴും തലതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് മാത്രം. ഏതായാലും അല്ലാഹു തആല പറയാം, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ഒരു ബന്ധം കൂട്ടി ഉറപ്പിക്കുകയാണ്. അന്ന് മാനവരാശിയുടെ റൂഹ് അർവാഹുകൾ മുഴുവനും പറഞ്ഞു, ബലാ വശഹിദിന, അതെ നീ നമ്മളെ റബ്ബാണ്, വശഹിദിന, നമ്മളതിന് സാക്ഷിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മറുപടി പറഞ്ഞു. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് ഇറക്കി. ആ ഭൂമിയിലേക്ക് ഇറക്കിയത് മുതൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് പഴം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഭാര്യയായ നമ്മുടെ വല്ലുമ്മയായ ഹവ്വാഹിന്റെ വർത്തമാനം കേട്ടുകൊണ്ട്, പിന്നീടുള്ള ബുദ്ധി കേട്ടുകൊണ്ട് നിഷിദ്ധമാക്കപ്പെട്ട പയം വലിക്കാൻ പോയപ്പോൾ അല്ലാഹു തആല ആകാശത്തു നിന്നും സർവ്വലോകവും ഭൂമിയിലേക്ക് താഴോട്ട് പറഞ്ഞറിയിച്ച സമയത്ത് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു തആല ثم تحيون ثم تموتون ثم إليه ترجعون. ശേഷം ജീവിപ്പിക്കുന്നതും ശേഷം മരിപ്പിക്കുകയും ശേഷം നമ്മിലേക്ക് തന്നെ നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യുന്ന അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്ന ഒരു കരാറുണ്ട്. ആ കരാറിന്റെ ബാക്കി പത്രമാണ് നമ്മുടെയൊക്കെ ജീവിതം, ദുനിയവിയായ ജീവിതം. അല്ലാഹു നമ്മെ തരുമാറാവട്ടെ. അല്ലാഹു തആല പറയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ثم تموتون ثم إليه ترجعون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുനിയാവിൽ ആരെങ്കിലും പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് എവിടെയോ കണ്ട പരിചയമുണ്ടെന്ന് പറയുമ്പോൾ അതിരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലമുൽ അർവാഹി എന്ന് പറയുന്ന ലോകമുണ്ട്. ആ ലോകത്തെ ആത്മാക്കളെ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. പിന്നെയൊക്കെയാണ് റൂഹ് കൊടുത്തത്. ജസദിനെ സംവിധാനിച്ചു, അതിലേക്ക് റൂഹ് ഊതിയത് പിന്നെയാണ്. അതല്ലേ ജീവന്റെ ആശം രണ്ടാൾക്കാർ ശരീരത്തിലേക്ക് അല്ലാഹു സംവിധാനിച്ചു വെച്ചു. ഭൂമിലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു അർവാഹുകളെ റൂഹുകളെ പടച്ചിട്ടുണ്ട്. ആ റൂഹുകൾ പടച്ചിട്ട് നേരെ ഭൂമിയിലേക്ക് വന്നപ്പോ അല്ലാഹു തആല എന്ന് പറയാണ്, രണ്ട് ജീവന്റെ തുടിപ്പുകളിലേക്ക് ആ റൂഹ്
റൂഹിനെ അല്ലാഹു തആല ഭാഗിച്ചു കൊടുത്തു. ആ രണ്ട് ഭാഗിച്ചു കൊടുത്ത രണ്ട് ജീവന്റെ തുടിപ്പുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഉമ്മ ഉപ്പ എന്ന് പറയുന്ന പേര്. അത് നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്. ഉപ്പയും ഉമ്മയുമാണ് ആ ജീവന്റെ രണ്ട് തുടിപ്പുകൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുകയാണ് റൂഹിനെ അല്ലാഹു തആല ഊതിക്കൊടുക്കുകയാണ്. റൂഹിനെ അല്ലാഹു തആല ഊതിക്കൊടുക്കുകയാണ്. ഈ വെള്ളമൊക്കെ നേരത്തെ കൊണ്ടുവരണം കേട്ടോ. ഇനി വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്ലാസ് എടുക്കുന്നിടയിൽ പരമാവധി ഒഴിവാക്കുന്നില്ല. അല്ലാഹു തആല പറയാണ് ജീവിതത്തിന്റെ രണ്ട് വശങ്ങളിലേക്ക് ആ റൂഹിനെ അല്ലാഹു സംവിധാനിച്ചു കൊടുത്തു. അത് മാതാപിതാക്കളാണ്. റൂഹിനെ അല്ലാഹു ഊതിക്കൊടുക്കുന്നതാണ്. സാധാരണ നമ്മൾ പറയാറില്ലേ, ഒരു പൊള്ളയായ തടിയിലേക്ക് കാറ്റ് പോയ സൈക്കിളിന്റെ ടയറിലേക്ക് നമ്മൾ കാറ്റ് എങ്ങനെയാണോ നടക്കുക, അതുപോലെ ആത്മാവിനെ അല്ലാഹു തആല ഓരോ ജസത്തിലേക്കും അല്ലാഹു ഊതി ഊതി വെക്കുകയാണ്. അതാണ് അല്ലാഹു നമ്മൾ 4 മാസം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ തുടക്കത്തിലാണ് ജീവിതത്തിന്റെ തുടക്കമാകുന്നത്. അതിന് വലിയ കഥയുണ്ട്. അല്ലാഹുവിന്റെ നരകമുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്, അല്ലാഹുവിന്റെ ആഖിറമുണ്ട്, പാരത്രിക ജീവിതമുണ്ട്, സ്വർഗ നരകമുണ്ട്, ഖബർ ജീവിതമുണ്ട്. നിഷേധിക്കുന്നവന്റെ കഥ പറയാൻ മഹാന്മാര് പറയുന്ന സംവിധാനമുണ്ട്. സാധാരണ പറയാറുണ്ട്, ഒരു മടക്കം നമുക്ക് നല്ലതാണ്, ഒരു മടക്കം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നവർക്ക് പോലും ഉദാഹരണം പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് അല്ലാഹു റൂഹിനെ സംവിധാനിച്ചത്? പാരത്രിക ജീവിതം കൊണ്ട് നിഷേധിക്കുന്നവർക്ക് നല്ലൊരു കഥയാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണം പറയുകയാണ് മഹാന്മാരെ. ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഗർഭപാത്രത്തിൽ 2 ഇരട്ട കുട്ടികളാണ് സംഭാഷണം. ഒരു ഉമ്മയുടെ ഉദരത്തിലേക്ക് അല്ലാഹു സംവിധാനിച്ചത് 2 ഇരട്ട കുട്ടികളാണ്. എത്രയോ അങ്ങനെ ജനിക്കുന്നില്ലേ, 2ഉം 3ഉമായി 4ഉമായി ജനിക്കുന്നവരിലെ മക്കൾ. എന്നാൽ അല്ലാഹുവിന്റെ പാരത്രിക ജീവിതം, അല്ലാഹുവിന്റെ മഹ്ശറെ, അല്ലാഹുവിന്റെ ബർസഖി ജീവിതത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹുവിന്റെ മഹാന്മാർ ഉദാഹരണം പറയുകയാണ്. സംവിധാനമുള്ള ഉദാഹരണമാണ്. ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാരത്രിക ലോകത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഈ ലോകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആരോടും പറയാതെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു തിരിച്ചു പോക്കുണ്ടേ എന്നറിയിക്കാൻ വേണ്ടി ഗർഭപാത്രത്തിൽ 2 ഇരട്ട കുട്ടികളാണ്. ആ 2 ഇരട്ട കുട്ടികളെ സംവിധാനിച്ചവൻ അല്ലാഹുവാണ്. അതിലുദാഹരണം പറയുകയാണ്. ഒരാൾ വിശ്വാസമുള്ള മോനാണ്, മറ്റൊരാൾ വിശ്വാസമില്ലാത്തയാളാണ്. ഒരാൾ വിശ്വാസമുണ്ട്, മറ്റൊരാൾ വിശ്വാസമില്ല. ഒരാൾ വിശ്വാസമുള്ളയാളാണ്, മറ്റൊരാൾ വിശ്വാസമില്ലാത്തയാളാണ്. 2 കുട്ടികൾ പറഞ്ഞു ഉദാഹരിക്കുകയാണ്. ഒരാൾക്ക് വിശ്വാസം, ഒരാൾക്ക് വിശ്വാസമില്ല. 2 കുട്ടികൾ, ഇരട്ട കുട്ടികളായ 2 കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയുണ്ടാവും. ഒരാളെന്നാ പറയാന്നറിയോ? ഒരാൾ മറ്റൊരോട് പറയും, വിശ്വാസമുള്ള കുട്ടി വിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയായ കുഞ്ഞിനോട് പറയും, ഈ ഉമ്മാന്റെ ഗർഭപാത്രം ഉണ്ടല്ലോ, ഇതിലെപ്പോ ഇങ്ങനെ കടക്കൂല, ഇതിൽ നമ്മൾ ഒരിക്കലും പുറത്തേക്ക് വരും. ആകാശങ്ങൾ കാണും, നീലമേഘങ്ങളുള്ള നീലമാനങ്ങളുള്ള ആകാശങ്ങൾ, പച്ചപ്പുള്ള പരവതാനിയുള്ള പ്രപഞ്ചങ്ങൾ, കടലുകൾ, ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് നിറങ്ങൾ, പൂക്കളുള്ള ലോകത്തേക്ക് ഇതിന് പിന്നീട് നമ്മൾ പുറത്തേക്ക് പോകും. എന്നാൽ കുഞ്ഞ് മറ്റു കുഞ്ഞിനോട് പറയുമ്പോൾ നിരീശ്വരവാദിയായ കുഞ്ഞ് പറയും, അതെങ്ങനെ പറഞ്ഞേക്കലും അങ്ങനെ മുമ്പ് വന്ന് ഏതെങ്കിലും ഒരാളിനോട് വന്ന് പറഞ്ഞ വല്ല തെളിവ് നിന്റെ കയ്യിലുണ്ടോ? അങ്ങനെ ഈ ഉദരത്തിൽ നിന്ന് പോയി പുറത്തേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് ഉദരത്തിലേക്ക് വന്ന് എന്നോട് അങ്ങനെ വല്ല വാർത്തയും പറഞ്ഞ തെളിവ് നിനക്കുണ്ടോ എന്ന് മറ്റേ കുഞ്ഞ് ചോദിക്കും. ഈ സത്യത്തിൽ ഇത് തന്നെയാണ് നിരീശ്വരവാദികളും ചോദിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ട്, നരകമുണ്ട്, ബർസഖി ജീവിതമുണ്ടെന്ന് പറയുമ്പോ തിരിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അങ്ങനെ ഉണ്ട് എന്ന് നിനക്ക് ആരെങ്കിലും മരിച്ചു പോയ ആള് വന്ന് തിരിച്ചു വന്നിട്ട് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നത് പോലെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ
പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു മടക്കം ആ ഗർഭപാത്രത്തിലേക്കില്ല. ഇതുപോലെ മരിച്ച് മയ്യത്തായി 6 അടി മണ്ണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും 6 അടി മണ്ണിൽ നിന്ന് തിരിച്ച് ലോകത്തേക്ക്, ഭൗതിക ലോകത്തേക്ക് തിരിച്ചൊരു മടക്കമില്ല. പോയാൽ പോയത് തന്നെയാണ്. പിന്നെ അള്ളാന്റെ ഭൂമിയാണ്, അള്ളാന്റെ ബർസഖി ജീവിതമാണ്, അള്ളാന്റെ പാരത്രികമാണ്. പിന്നെ ചോദിച്ചതുപോലെ ഗർഭപാത്രം തിരിച്ചു പോയ ഒരു കുഞ്ഞ് വന്ന്, ഒരാൾ വന്ന് നിന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് മറ്റു കുട്ടിയോട് ചോദിക്കുന്നത് പോലെയാണ്. നാളെ ഖബറുണ്ട്, ഹിസാബുണ്ട്, ഹിജാബുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോ ആ നരകമുണ്ട്, സ്വർഗമുണ്ട്, ഖബറുണ്ട്, ബർസഖി ജീവിതമുണ്ട് എന്ന് നിന്നോട് പറയുമ്പോ മരിച്ചുപോയ ഏതെങ്കിലും ഒരാൾ നിന്നോട് വന്ന് ഇത് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന യുക്തിവാദിയുടെ ചോദ്യം മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് ആത്മാവിന്റെ യാത്ര എന്ന് പറയുമ്പോ, തിരിച്ച് അല്ലാഹുവിലേക്ക് ഒരു മടക്കമുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം. അതുപോലെ മരണത്തിലേക്ക് പോയ വ്യക്തി തിരിച്ച് വീണ്ടും ഭൗതിക ജീവിതത്തിലേക്ക് മടക്കമില്ല. ലാ മുൻഖതിഉൽ ഹയാത ബഅദൽ മൗത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടെ ജീവിതം കുറയുന്നില്ല. മരിച്ചതിന് ശേഷമാണ് ജീവിതം, മരണത്തിന് ശേഷമാണ് ജീവിതം എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചതിന് ശേഷമാണ് ജീവിതം. പക്ഷെ മരണത്തെ ഓർക്കാൻ, മരണത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് നേരമില്ല. അല്ലാഹുവിനെ ഓർക്കാൻ നമുക്ക് നേരമില്ല. മരിച്ചതിന് ശേഷമാണ് ജീവിതം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മരിച്ചതിന് ശേഷമാണ് ജീവിതം. ഒരറിവ് നമുക്ക് മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനോട് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന സൂറത്തിൽ ഫിർഔനിന്റെ അനുഭവങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി, ഫിർഔനിന്റെ അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തിയെ ഫിർഔൻ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് പറയുന്നുണ്ട്, അതഖ്തുലൂന റജുലൻ മിൻ ആലി ഫിർഔൻ ഫഖുൽ ഹസ്ബിയല്ലാഹ്. അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ കൊന്നുകയോടുകൂടി ഈ ജീവിതം തീരുമെന്ന് നിങ്ങൾ ഭാവിച്ചുവോ? ഫഖുൽ ഹസ്ബിയല്ലാഹ്. എനിക്ക് അല്ലാഹ് മതി. നാളെ ആഖിറത്തിന്റെ ജീവിതമുണ്ട്, പാരത്രിക ജീവിതമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ആത്മാവിന്റെ യാത്ര പറയുമ്പോ ഈ ലോകം ഇൻഷാ അല്ലാഹ് ഒരു നാൾ വിട പറയേണ്ട സമയം വരുമ്പോ, അതല്ലേ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല വീണ്ടും പറഞ്ഞത്, ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. എന്താ പറഞ്ഞത്? ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ. ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമൂതു വനഹ്യാ, അവിടെ ജീവിക്കും, മരിക്കും. പക്ഷെ വമാ നഹ്നു ബിമബ്ഊസീൻ, രണ്ടാമതും ഭൗതിക ലോകത്തേക്ക് തിരിച്ചയക്കപ്പെടുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് മറ്റൊരു ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മടക്കമില്ല. നേരത്തെ 2 കുഞ്ഞുങ്ങളെ സംഭാഷണം പറഞ്ഞതുപോലെ കുഞ്ഞു മക്കൾ, ഇരട്ട കുട്ടികളായ കുഞ്ഞു മക്കൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സംഭാഷണം ചെയ്തതുപോലെ ഈ പറയുന്നത് പോലെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ലോകത്തേക്ക് തിരിച്ചൊരു മടക്കമില്ല. അതുകൊണ്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, അഫാസിബതും അന്നമാ ഖലഖനാകും അഫാസിബതും അന്നമാ ഖലഖനാകും അബസാ. അഫാസിബതും, നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ തിരിച്ചു മടങ്ങൂല, തിരിച്ചു മടങ്ങുകയില്ല ആരും നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസാ, അന്നമാ ഖലഖനാകും അബസാ. ഈ ജീവിതം എന്ന് പറയുന്നത് വെറുതെയാണ്. അബസ, വെറുതെയാണെന്ന് നിങ്ങൾ ഭാവിക്കുന്നുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു പറയാണ്, വഅന്നകും, തീർച്ചയായും അങ്ങനെയല്ല. ജീവിച്ചു കഴിഞ്ഞാൽ വരും, പക്ഷെ ആ മരണം എങ്ങനെയാണ്, ഏത് കോലത്തിലാണ്, എവിടെയാണ്, എപ്പോഴാണ്, ഏത് അവസ്ഥയിലാണ്? ഈമാനോടുകൂടിയാണോ, ഈമാനില്ലാതെയാണോ റബ്ബ് നമ്മളെ കൊണ്ടുപോകുന്നത്? അന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനോട് പരിശുദ്ധ റസൂൽ പറഞ്ഞത്, ലാ യൻജുവ, വല്ലാത്ത ഹദീസാണിത്. ലാ യൻജുവ അഹദും മിൻകും, നബി തങ്ങൾ പറയാണ്, ലാ യൻജുവ അഹദും മിൻകും ബിഅമലിഹി. വെല്ലസ്കാരുണ്ട്, ഓതുണ്ട്, തഹജ്ജുദുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അഹങ്കരിച്ച് പോവണ്ട. റസൂൽ പറയാണ്, ലാ യൻജുവ അഹദും മിൻകും ബിഅമലിഹി.
അമൽ ചെയ്ത് അമൽ പൊളിക്കുന്ന ഏർപ്പാട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വല്ല രീതിയിലും വന്നു പോയാൽ നിന്റെ അമൽ കൊണ്ട് നീ രക്ഷപ്പെടുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ചെയ്യും, ഒരുപാട് നിസ്കരിക്കും, ഒരുപാട് ഓതും, ഒരുപാട് തഹജ്ജുദ്, ഒരുപാട് ഓതും, ഒരുപാട് സുന്നത്ത്. പക്ഷേ എല്ലാം വെള്ളത്തിലെഴുതിയതുപോലെ മറ്റൊരു കർമ്മം കൊണ്ട് നീ പൊളിച്ച് കളയുന്നുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മുടെ കണ്ണിൽ നിസ്സാരമായി തോന്നും, പക്ഷെ തനിച്ച ഹറാമാണ്. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഹറാം എന്ന് തോന്നാത്തതാണ്, പക്ഷേ തനിച്ച ഹറാം തന്നെയാണ്. നമ്മുടെ കണ്ണിൽ വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. പറഞ്ഞത് സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ യജുവ അഹദും മിൻകും ബിഅമലി, അമൽ കൊണ്ട് നിങ്ങളാരും രക്ഷപ്പെടൂല. എന്തുകൊണ്ട് രക്ഷപ്പെടൂ? അപ്പൊ സ്വഹാബത്ത് തിരിച്ചൊരു ചോദ്യം, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയുടെ മേലെയല്ല ഞാനും നിങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മേലെയല്ല ഞാനും നിങ്ങളും ഞങ്ങൾ ആരും ഈ ലോകത്തുള്ള ഒരൊറ്റൊന്നും റസൂലുള്ളാഹിന്റെ മേലെയല്ലേ? എന്നിട്ട് റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളുടെ കാര്യവും അങ്ങനെയാണോ? സാധാരണ പറയാ നമ്മളെന്താ വിചാരിക്കാൻ മറുപടി ഞാൻ അങ്ങനെയല്ല, ഞാൻ രക്ഷപ്പെടുമെന്നല്ലേ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി വല്ലാത്ത മറുപടിയാണ്. അത് കേൾക്കാൻ അല്ലാഹുവേ വല്ലാത്ത ഈമാൻ, ഞങ്ങൾക്ക് വല്ലാത്ത ഈമാൻ നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. എല്ലാ പ്രവർത്തനവും നീ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന സ്വാലിയായ അമലായി സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആത്മാർത്ഥമായി നിന്നോട് കെഞ്ചുകയാണ് അല്ലാഹ്. എല്ലാ ഹറാമിയത്തിന്റെ വാതിലും നീ കൊട്ടിയടക്കണേ അല്ലാഹ്. അതിനുള്ള അവസരങ്ങൾ ആക്കല്ലേ റഹ്മാനേ, നീ കൊട്ടി അടക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മശായിമാരെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഹറാമിയത്തിന്റെ പഴുതുകളും നീ കൊട്ടി അടച്ചേക്കണേ റഹ്മാനേ അല്ലാഹുവേ. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ പറയാണ്, വലാ യജ്ബ അഹദും മിൻകും ബിഅമലിഹി, അമൽ കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടൂല. വലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ തങ്ങളും അങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ബലാ ഞാൻ രക്ഷപ്പെടൂല, മുഹമ്മദ് രക്ഷപ്പെടൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി പറഞ്ഞതാരാണ്? കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോട് കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞ മറുപടി, വലാ അന യാ സ്വഹബാ, ഞാനും രക്ഷപ്പെടൂല, മുഹമ്മദ് രക്ഷപ്പെടൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഉമദിയനി എന്നെ മൂടിയിട്ടല്ലാതെ ബിറഹ്മത്തില്ലാഹി മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് മുഹമ്മദിനെ മൂടിയിട്ടില്ലെങ്കിൽ മുഹമ്മദ് രക്ഷപ്പെടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. രക്ഷപ്പെടാത്തത് കൊണ്ടുള്ള ഉമ്മമാരെ ഉമ്മത്തിന് വലിയ പാഠം പഠിപ്പിക്കുകയാണ്. തവാദുവിന്റെ വർത്തമാനമാണത്, അത് വിനയത്തിന്റെ വർത്തമാനമാണ്. റസൂലുള്ളാഹി തങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് രക്ഷപ്പെടുക? ഈ ഉമ്മത്തിന് വലിയ പാഠമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ ഉമ്മത്തിന് വലിയ പാഠമാണ് പരിശുദ്ധ റസൂൽ കൊടുത്തത്. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ അമൽ ചെയ്യുമ്പോ നിങ്ങളെ കൽബിലേക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നു പോയാൽ, ചെറുതായാലും വലുതായാലും, മരിക്കുമ്പോൾ സക്കറാത്തിന്റെ നേരത്താണ്. ദുനിയാവിനോട് എത്ര കണ്ട് നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ, ആ ദുനിയാവിനോട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ,
അതിന്റെ കണക്കനുസരിച്ച് സക്കറാത്തിന്റെ നേരത്തെ ഇടങ്ങാറായി തീരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ആത്മാവിന്റെ യാത്ര പറയുമ്പോൾ ഓർക്കണേ, നമ്മൾ നമസ്കരിക്കാറുണ്ട്, നമ്മൾ ഓതാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, മറ്റുള്ള ഉംറകൾ ചെയ്യാറുണ്ട്, എല്ലാ കർമ്മങ്ങളും സാധുക്കളായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോ കൽവിൽ ഒരു ചിന്ത വേണേ, ഒരു ചിന്ത വേണേ. അതാണ് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചത്. എന്താ കൽവിൽ വേണ്ടത്? അല്ലാഹുവേ അർജൂ മിൻ റഹ്മത്തില്ലാഹി മിൻ ഫളില്ലാഹ്. അല്ലാഹുവേ കൈകെട്ടുമ്പോൾ മനസ്സിലോട്ട് വേണം, എൻ്റെ കയ്യിലൊന്നുമില്ല റഹ്മാനെ, ഞാൻ നിസ്കരിച്ചേ ഇല്ലെങ്കിലും നിനക്കൊരു കുറവും വരാനില്ല. ഞാൻ നിസ്കരിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ഓതിയാലും ഇല്ലെങ്കിലും, ഞാൻ നോമ്പെടുത്താലും ഇല്ലെങ്കിലും നിനക്കൊരു തരിമ്പ് പോലും കുറയാനില്ല, നിനക്കൊന്നും വരാനില്ല. പക്ഷേ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നിന്റെ ഫദ്ല് കൊണ്ട് നീ എന്നെ ഏറ്റെടുക്കണേ അല്ലാഹ് എന്ന നിയത്തി വേണം. അതിനെ പൊളിക്കുന്ന പ്രവർത്തനങ്ങൾ കയ്യിൽ നിന്ന് വന്നു പോയാൽ അതാ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന നമ്മുടെ കൺകാഴ്ചയിൽ നിസ്സാരമായിരിക്കും. പക്ഷേ പരിശുദ്ധ റസൂൽ പറയുകയാണ്, അല്ലാഹു അതിനെ വലിയ വൻകുറ്റമായി എണ്ണിയ സംഗതിയായിരിക്കും. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ റഹ്മാനേ. അതുകൊണ്ട് പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഹയാത്തുൽ ബർസഖി എന്ന് പറയുന്ന ജീവിതമുണ്ട്. ബർസഖി ലോകമാണ്, ബർസഖി ജീവിതമാണ്. നല്ല നല്ല ആത്മാക്കൾ കൂട്ടുകൂടുന്ന സംഗതിയാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നല്ല മയ്യത്ത് പറയും, കത്തിമോനി കത്തിമോനി, എന്നെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകും, എന്നെ ഇവിടെ വെക്കുന്നത് എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം. എൻ്റെ വാപ്പയുണ്ട് പള്ളിക്കാട്ടിൽ, എൻ്റെ ഉമ്മയുണ്ട് പള്ളിക്കാട്ടിൽ, എൻ്റെ ഉമ്മാവയുണ്ട് പള്ളിക്കാട്ടിൽ, എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നെ മാടി മാടി വിളിക്കുന്നുള്ളത് കൊണ്ട് എന്നെ ഇവിടെ വെക്കല്ല മക്കള്, പെട്ടെന്ന് കബറിലേക്ക് എന്നെ എടുക്കണേ എന്ന് നല്ല മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മോശപ്പെട്ട മയ്യത്ത് വിളിച്ചു പറയുമത്രേ, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? യാ വൈലനീ യാ വൈലനീ, എൻ്റെ നാശമേ എൻ്റെ നാശമേ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോവല്ലടാ, എന്നെ കൊണ്ടുപോവല്ലടാ എന്ന് മക്കളോട് മോശപ്പെട്ട മയ്യത്തെ വിളിച്ച് അട്ടാശിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അട്ടഹിച്ചാണെങ്കിലും വേണ്ടില്ല, നല്ലതായാലും മോശമായാലും ഒരു മടക്കയാത്രമുണ്ട്, ഒരു മടക്കയാത്രയുണ്ട്. അതുകൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല തങ്ങൾ വഫാത്താകുന്ന തൊട്ടുമുമ്പ് സ്വപ്നം കാണുകയാണ്. മഹാനായ സയ്യിദ്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല തങ്ങൾ കടന്നുറങ്ങുമ്പോൾ ശത്രുക്കൾ കൊലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവൻ നോമ്പുകാരനാണ്. രാവിലെ എഴുന്നേറ്റ് അത്താഴം കഴിച്ച് കുറച്ച് ഖുർആൻ പാരായണം ചെയ്ത് അവിടെ ഇങ്ങനെ കടന്നുറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ആരെയാ സ്വപ്നം കണ്ടത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. ഒന്നാം ഖലീഫ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളെ സ്വപ്നം കാണുകയാണ്. രണ്ടാം ഖലീഫ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മൂന്ന് പേരെയും അവിടെ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉസ്മാനെ ഉസ്മാനെ സുഖമാണോ ഉസ്മാൻ? ഇനി നോമ്പുകാരനല്ലേ, ഇൻഷാ അല്ലാഹ് നോമ്പ് നമ്മോടുകൂടെ തുറക്കാം. അവിടെ വേണ്ട ഉസ്മാനെ, ദുനിയാവില് വേണ്ട. നോമ്പുകാരനല്ലേ എന്റെ ഉസ്മാൻ, നോമ്പെടുത്തിട്ടില്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. സ്വപ്നത്തിലാണ് റസൂൽ ചോദിച്ചത്, എന്റെ ഉസ്മാൻ നോമ്പുകാരനല്ലല്ലോ? അതേ എന്ന് മറുപടി പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, നോമ്പാണ് എന്ന് പറയുമ്പോ ആരംഭ റസൂൽ പറഞ്ഞു, ഉസ്മാനെ ഇങ്ങോട്ട് വാ. ഉസ്മാനെ, നിന്റെ ദിവസങ്ങളായി, നിന്റെ ദിനരാത്രികൾ എണ്ണിപ്പെട്ടു പോയി, അതുകൊണ്ട് ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ വെച്ച് നോമ്പ് മുറിക്കാമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു സ്വപ്നമാണ്, എന്തോ ഒരു അജബാണ്. ചരിത്രം പറയുന്ന കാണാം, അങ്ങനെ നോമ്പുകാരനായി അതേ രാവിലെയാണ് ശത്രുക്കൾ വന്ന് ഡോറ് തകർക്കുന്നത്, പിടിച്ച് പുറത്തേക്ക് വലിച്ചിടുന്നത്. ഭാര്യ തടുക്കാൻ പോയപ്പോൾ ഭാര്യയുടെ പള്ളിയിലേക്ക് ശത്രുക്കൾ ആദ്യം വെട്ടുന്നത്. വെട്ടിയതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല തങ്ങളുടെ ഉടലിലേക്ക് വാള് താഴ്ത്തി ഇറക്കി കൊടൽമാല പുറത്തേക്ക് ചാടുന്നത്. കൊടൽമാല പുറത്തേക്ക് ചാടുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഖുർആനാണ്. ആ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അവിടുന്ന് ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടുന്ന് കണ്ണുകൾ നിറഞ്ഞു പോയി. എന്തേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഉസ്മാനെ നോമ്പുകാരനല്ലയോ, ഉസ്മാനെ ഉസ്മാനെ ഇങ്ങോട്ട് വാ, ആത്മീയ യാത്രയാണ്, ആത്മീയ യാത്രയാണ്. ഇവിടെ വന്നാൽ ഒരു ദിവസം അങ്ങോട്ട് കയറി ചെല്ലണം. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് നേരത്തെ കാലത്തെ വിളിക്കുകയാണ്, ഉസ്മാൻ ഇങ്ങോട്ട് വരണം, ഉസ്മാനെ എന്റെ കൂടെ വന്നോ. ഉമറുണ്ട് ഇവിടെ, സിദ്ദീഖുൽ അക്ബറുണ്ട് ഇവിടെ, ഒരുപാട് സ്നേഹിതന്മാർ ഇവിടെയുണ്ട്. അതാണ് ബർസഖീ ലോകം. അത് തന്നെയാണ് നമ്മൾ മരിക്കുമ്പോൾ സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചരിത്രം പറയാൻ കാരണം, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴും നമ്മൾ നല്ലവരാണോ, നമ്മൾ നല്ല ആൾക്കാരാണോ, നമ്മുടെ പൂർവികരായ പ്രപിതാക്കൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടവരാണോ, നമ്മൾ പൊരുത്തപ്പെട്ടവരാണോ, ഒരു ഹറാമ് പോലും വരാത്തവരാണോ, ഹറാമ് പോലും വരാത്തവരാണോ, ജീവിതത്തിൽ വന്നുപോയാൽ തന്നെ അത് തൗബ ചെയ്ത് മടങ്ങി പിന്നെ അതിലേക്ക് തിരിച്ചു പോവാത്ത വിധം റബ്ബിനോട് കരഞ്ഞുകൊണ്ട് അവർക്കും കൂടി ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നമുക്കും നാളെ അങ്ങനെ ദിവസം വരാനുണ്ട്. അതുകൊണ്ടാണ് ഈ ചരിത്രം പറയാൻ കാരണം. അവര് പോയതുപോലെ നമ്മൾ മരിക്കാൻ കടന്നാൽ നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മുടെ ആത്മാക്കൾ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാകും. ആലങ്ങളിൽ ബർസഖിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും. അവിടെ നമ്മളെ വിളിക്കുന്നുണ്ടാകും, നിങ്ങൾ ഇങ്ങോട്ട് പോരി മോനെ, ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ എന്ന് അവർ വിളിച്ച് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആത്മാക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും, നല്ല ആത്മാക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. നമുക്ക് നേരത്തെ കാണാൻ കഴിയും. അല്ലാഹുവേ നിങ്ങളെ മരണം അങ്ങനെയാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ നല്ല ആത്മാക്കൾ, പൂർവ്വസ്മൃതികളായ നീ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ആലിമീങ്ങൾ, യഥാർത്ഥ സത്യരായ സ്വാലിഹീങ്ങൾ പോയവയെ പോവാൻ, അവർ കിടക്കുന്ന സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. കയ്യിലൊന്നുമില്ല റഹ്മാനെ, ഒരു ദിവസം അങ്ങോട്ട് മരിച്ചെന്ന വാർത്ത കേൾക്കും. അപ്പോൾ അല്ലാഹുവേ ഞങ്ങൾ പറയണം, കത്തിമൂനി കത്തിമൂനി എന്ന് പറയുന്ന നല്ലതായ മയ്യത്തുകളിൽ ഞങ്ങൾ നീ ചേർത്തി തരണേ അല്ലാഹ്. അതിന് വിഘ്നസ് വരുന്ന, അതിന് തടസ്സം വരുന്ന ഒരു മാനിയാകുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ കൽബിലേക്ക് ചാഞ്ചാട്ടം തരല്ല അല്ലാഹ്. തെറ്റിന്റെ ഒരു ലാഞ്ചന പോലും, മോശപ്പെട്ട ഒരു ചിന്തയുടെ ലാഞ്ചന പോലും നമ്മുടെ കൽബിലേക്ക് നീ കൊണ്ടുവരല്ലേ റഹ്മാനെ, കൊണ്ടുവരല്ലേ അല്ലാഹ്. ആമീൻ മാത്രം പറഞ്ഞാൽ പോരെ എൻ്റെ ഉമ്മമാരെ, ഇത് കൽബിലോട്ട് കേറ്റണേ, കൽബിലോട്ട് കേറ്റണേ. ഒരുപാട് വാഴ കേൾക്കുന്നവരാണ്, ഒരുപാട് ക്ലാസ് കേൾക്കുന്നവരാണ്, പക്ഷേ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാര സമ്പന്നമായ ജീവിത പരിവർത്തനത്തിൽ വന്നിട്ടില്ലെങ്കിൽ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല എന്നതിന് തെളിവായി പോകും. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. വെള്ളത്തിൽ എഴുതിയതുപോലെ ആയി തീരുമെന്ന് അങ്ങനെയുള്ള ജീവിതം അതുകൊണ്ടല്ല പറഞ്ഞത്. ആത്മീയപരമായ ചിന്തയുള്ള ഉമ്മയാണെങ്കിൽ, ആത്മീയപരമായ ചിന്തയുള്ള പെങ്ങളാണെങ്കിൽ, ആത്മീയപരമായ ചിന്തയുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ പിന്നീട് തെറ്റിലേക്ക് പോകൂല. പിന്നീട് തെറ്റി വരുന്ന വാദങ്ങൾ അടച്ചു കളയാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. അല്ലാഹുവേ ഞങ്ങളെ തെറ്റുകൾ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബ് നന്നാക്കണേ റഹ്മാനേ. എന്നിട്ട് അല്ലാഹ് പറയാണ് ഉറക്കം. എന്തിനാ മരണത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാൻ കാരണം, മരണം എന്ന് പറയുന്നത് എന്താ? മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള ഈ റൂഹ്, ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കാൻ ബർസഖീ ജീവിതം.
ആ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയായി. അവിടെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ, അതുകൊണ്ടാണ് ഹദീസ് പറയാൻ കാരണം അവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് നിസ്കരിച്ച് താഴ്ത്തത് ഓത്ത് അത് ഇത് മറ്റെല്ലാം ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെയോ തകരാറ് വന്നുപോയി, ഏതോ നിയത്തിൽ തകരാറ് വന്നുപോയി. അള്ളാഹു കാക്കുമാറാവട്ടെ. ആടെത്തി കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ പരിതപിക്കേണ്ട, വിരല് കടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ എന്തിനേറെ പറയണം, ഉറക്കം എന്ന് പറയുന്ന സംവിധാനം ഇന്നത്തെ ഒരാധുനിക ശാസ്ത്രത്തിന് കണ്ടെത്തിയിട്ടില്ല. ഈ ഉറക്ക് സത്യത്തിൽ അതെന്താണ്? ചില ആൾ പറയും മരണത്തിന്റെ വാദിയാണ്, അങ്ങനെയാണ്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്വപ്നം കാണും. ഓടുന്ന സ്വപ്നം കണ്ട് നമ്മൾ ഓടുന്നില്ല, കട്ടിമത്തന്നെ ഉണ്ടാവും. പക്ഷെ അത് മറ്റൊരു ലോകം. പക്ഷെ ഉറക്കം അതിന്റെ മരണത്തിന്റെ മറ്റൊരു ഭാഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലേ, ആ സമയത്ത് റൂഹ്, ആത്മാവ് ശരീരത്തിൽ വിട്ടുപോയി. രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ ആത്മാവില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതുകൊണ്ട് ഒതു കൊടുത്ത് ചെല്ലേണ്ട ചെല്ലി അല്ലേ, രാവിലെ മുഴുവനും ഉള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അവസാനം രാത്രി പോയി. അങ്ങനെയല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മതയുള്ളവർ, തഖ്വയുള്ളവർ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കും. ഈ ഉറക്ക് അല്ലാഹു തന്നെ പറയാണ്, അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതീ ലം തമൂതു ഫീ മനാമിഹാ. അല്ലാഹു പറയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. മരിച്ചതുപോലെ തന്നെയാണ് റൂഹ് അല്ലാഹു മാറ്റിക്കൊടുക്കും. വല്ലതീ ലം തമൂതു ഫീ മനാമിഹാ. പിന്നെ ഉറങ്ങിൽ എഴുന്നേൽക്കുമ്പോഴാണ് അല്ലാഹു റൂഹ് കൊടുക്കുന്നത്. ചില ഉറങ്ങിയ ഉറങ്ങിൽ തന്നെ മരിച്ചു പോകുന്ന കഥകൾ കേൾക്കുന്നവരുണ്ട്. അത് തന്നെയാണ് ഉറങ്ങി കിടക്കുമ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കാനില്ല. പക്ഷേ ഉറങ്ങിൽ മരിക്കുന്നതിൽ സങ്കടമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി വുളൂ ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഫാത്തിഹ ഓതി ഖുൽ ഹുവല്ലയും മുഅവ്വിദതൈനി ഓതി കഴിഞ്ഞാൽ അങ്ങനെ ഓതി കിടന്നാലോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ചൊല്ലി ഒരാൾ ഓതി ഓതോടുകൂടി കടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ റൂഹ് അല്ലാഹു പിടിച്ചു കൊണ്ടുപോകുന്നത് ഒരു ഷഹീദിന്റെ പ്രതിഫലത്തോടു കൂടിയായിരിക്കും. മഹാനായ റസൂലുള്ളാഹി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പൊതുവെടുത്തിട്ടാ കടന്നത്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പൊതുവെടുത്ത് കൈകളിലേക്ക് ഓതി ശരീരമാസകലം തടവി എന്നിട്ട് നേരെ കടന്ന് വിരിപ്പിലേക്ക് കടന്ന് അവന്റെ വിരിപ്പിലേക്ക്, അവളുടെ വിരിപ്പിലേക്ക് അവൾ കടന്നു. എന്നിട്ടോ ആ രാത്രിയാണ് അല്ലാഹു മരണം കണക്കാക്കിയതെങ്കിൽ ഒരു ഷഹീദിന്റെ പ്രതിഫലത്തോടു കൂടിയാണ് അവൻ മരിക്കുകയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചിട്ടില്ലെങ്കിലോ അല്ലാഹു ജീവിതം തിരിച്ചു തന്നതാണെങ്കിലോ നമ്മൾ രാവിലെ എഴുന്നേൽക്കും പറയാറില്ലേ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. എപ്പോഴും പറയാറുണ്ട് അല്ലാഹു ഫീദകട്ടെ, മരിച്ചിട്ട് എഴുന്നേൽക്കുക. അപ്പൊ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റപാട് അവിടെ ഇരിക്കും, ഇരുന്നപാട് എഴുന്നേറ്റ് പോകില്ല. ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് അവിടെ ഇരിക്കും. ബാലൻസ് ശരിയാക്കാൻ ശാസ്ത്രം പറയുന്ന സംവിധാനമാണ്. കാരണം റൂഹ് തന്ന സമയമാണ്, അല്ലാഹു റൂഹ് തന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ അവിടെ കുറച്ചു നേരം അവിടെ ഇരിക്കും. ഇരുന്ന് എഴുന്നേറ്റപാട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് എഴുന്നേൽക്കും. എഴുന്നേറ്റ് അവിടെ ഇരുന്നിട്ടോ കാലുകളും കൈകളും ഒന്ന് ഉഷാറാക്കുന്നു കൊടയും. എന്നിട്ട് പറയും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അത് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരകത അലാ ഇബ്രാഹീം
إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇത് പറയുന്നത് ഏകദേശം 2 മിനിറ്റ് അങ്ങനെയുണ്ട്. വെള്ളം എഴുന്നേറ്റ് പോകും, 2 കരങ്ങളും കഴുകും, മൂടുകളും മുഖവും കൈകളും നിർബന്ധമായിട്ട് കഴിയും. ഏതെല്ലാം വിഷയം അവിടെ കിടക്കട്ടെ, അത് പിന്നെ പറയും. അപ്പൊ അള്ളാഹ് പറയാണ്, ഉറക്കം ഒരു മരണമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹിന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. ഉറക്കിൽ എഴുന്നേൽക്കുന്നത് അല്ലാഹു സംവിധാനിച്ചത് കൊണ്ടാണ്. ഉറക്കിലെക്കാനും അല്ലാഹു തിരിച്ചു തന്നിട്ടില്ലെങ്കിലോ ആ കിടപ്പിലാണ്. അത് ഈ പറയുന്നത് പോലെ ചെയ്ത് ഫാത്തിയോതി ഓതി കടന്നാൽ ഷഹീദിന്റെ പ്രതിഫലമാണ്. ഇനി മരിക്കാതെ ബാക്കിയായാലോ അവന്റെ പാപങ്ങൾ അവനിക്ക് പൊറുക്കപ്പെട്ടവനായിട്ടാണ് അവൻ സുബ്ഹിക്ക് എഴുന്നേൽക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉമ്മമാരെ, ഇസ്ലാം എത്ര സുന്ദരമാണ്. ഒരാൾക്കും കിട്ടാത്ത എന്തെല്ലാം ഓഫർ. ഒന്ന് ചെരിഞ്ഞാൽ കടക്കുമ്പം കൂലി, എഴുന്നേൽക്കുമ്പം കൂലി, തിന്നാനിരിക്കുമ്പം കൂലി, കഴിഞ്ഞാലും കൂലി, എല്ലാത്തിനും കൂലി. ഇങ്ങനെ ഒരു മതം, ഇങ്ങനെ ഒരു സംവിധാനം വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയോ? അതുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എപ്പോഴും പറയാൻ കഴിയണം നല്ല ആത്മാവ്. അതുകൊണ്ട് ഉറക്കിലാണ് പോകുന്നതെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലാൻ മറക്കല്ലേ, വുളൂ ചെയ്യാൻ മറക്കല്ലേ. ആത്മീയ യാത്രയ്ക്കുള്ള മുന്നൊരുക്കമാണ് ഉറക്കമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നില്ലേ? തിരിയുന്നില്ലേ? ആത്മീയ യാത്രയ്ക്കുള്ള മുന്നൊരുക്കമാണ് നിന്റെ ഉറക്കമെന്ന്. ചെറിയൊരു മരണമാണ് ആ ഉറക്കമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇമാം ഷാഫിഈ തങ്ങളൊരു മയ്യത്തിനെ ഇങ്ങനെ ജനാസ ഇങ്ങനെ പിന്തുടരുകയാണ്. ജനാസ ഇങ്ങനെ പിന്തുടർന്ന് ആ ജനാസയെ മറവ് ചെയ്ത് പോവാൻ നേരത്ത് എല്ലാവരും പോയി. പെട്ടെന്ന് ഷാഫിഈ ഇമാം ഒരു ശബ്ദം, ആ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദമാണ്, വിളിയാളമാണ്. യാ ഷാഫിഈ ഇമാം വിളിക്കുകയാണ്, യാ ഇദ്രീസ്. മറവ് ചെയ്ത ഖബറിന്റെ ഒരു സൗണ്ടാണ്, ശബ്ദമാണ്, അശരീരിയാണ്. യാ ഇദ്രീസ്. ഷാഫിഈ ഇമാമിന്റെ പേരാണ് ഇദ്രീസ്. ഷാഫിഈ ഇദ്രീസ് എന്ന് വിളിയാണ്. പെട്ടെന്ന് നോക്കും, ഖബറിൽ ഒരാൾ പുറത്തേക്ക് വരുന്നു. പുറത്ത് നല്ല ഭംഗിയുള്ള ആളാണ്. അയാൾ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഷാഫിഈ ഇമാം മന്നന്ത എന്ന് ചോദിക്കും. അയാൾ പറയുകയാണ്, ഞാൻ ഇന്നയാളുടെ ഈ കിടക്കുന്ന മനുഷ്യന്റെ സൽക്കർമ്മങ്ങളാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഷാഫിഈ ഇമാം സംസാരിച്ച് ഒരുപാട് നേരം സംസാരിച്ച് പോവാൻ നേരത്ത് ആ അയാൾ വന്ന രൂപം ഷാഫിഈ ഇമാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അസർ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക اللهم إنا نسألك خير هذا اليوم. നമ്മൾ സാധാരണ അസർ നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്, اللهم إنا نسألك سلامة في الدين وعافية في الجسد وزيادة في العلم وبركة في الرزق صحة في الجسم إلى أن نرزقنا توبة قبل الموت وراحة عند الموت ومغفرة بعد الموت. അപ്പൊ വന്ന ആ രൂപം പറയുകയാണ്, അങ്ങനെ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി ദ്വാരക്കണേ, ബാറകനാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷവും ബറക്കത്തിന് വേണ്ടി, നല്ലതിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഇമാം ഷാഫിഈ തങ്ങളോട് ആ രൂപം പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് പോവുകയാണ്. ഖബർ പോയ സ്ഥിതിയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ ഇതാണ് അവർ ജീവിതം. നല്ലവരുണ്ട്, നല്ലവർക്ക് നല്ലത് കാണാൻ കഴിയും, നല്ലവർക്ക് നേരത്തെ കാലത്തെ മുന്നൊരുക്കമുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങളെയും അങ്ങനെ നല്ലവരെ നീ പെടുത്തണേ അല്ലാഹ്. മോശപ്പെട്ടവരെ ഞങ്ങൾ ആരെയും നീ പെടുത്തരുത് റഹ്മാനേ. ദുനിയാവിനോടല്ലാതെ തിരിയാൻ പറ്റാത്ത സ്നേഹമാക്കല്ലേ അല്ലാഹ്. ഈ ദുനിയാവ് പിരിഞ്ഞു പോകുമ്പോ റൂഹ് ഇടങ്ങേറാവുന്ന അവസ്ഥയിൽ കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അതുകൊണ്ടല്ലേ ദുനിയാവിൽ ഹുബ്ബ് വെച്ചോ, പക്ഷേ പരിധിക്കപ്പുറം ഹുബ്ബ് വെക്കല്ലേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ വല്ലാണ്ട് ഒരാൾ സ്നേഹിച്ച് അയാളെ കിട്ടുമ്പോൾ, അതുകൊണ്ട് കുട്ടികളെ സ്നേഹം കാണിക്കുമ്പോൾ, മക്കളുടെ സ്നേഹം കാണിക്കുമ്പോൾ വലിയൊരു ലിമിറ്റേഷൻ ആണ്.
അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ദുനിയാവിലുമല്ലാതെ ഭ്രമിച്ചു പോയി കഴിഞ്ഞാലും റൂഹ് പിടിക്കുന്ന സമയത്ത് അവൻ ഇടങ്ങേറാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ പറയാണ് എല്ലാവരും നശിക്കും. ബർസഖി ജീവിതം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ആ ലോകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അതൊരു ലോകമാണ്. അവിടെ നല്ലതുണ്ട്, ചീത്തയുണ്ട്. പക്ഷേ ഈ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നത് ഉറപ്പാണ്. നാളെ അങ്ങനെ ജീവിതമുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ടാണ് ആത്മീയ യാത്ര, അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ആത്മാവിന്റെ യാത്ര എന്ന് പറയുന്ന വിഷയം തന്നെ എടുക്കാൻ കാരണം. എല്ലാവരും മരിക്കും, ആ മരണത്തെ കുറിച്ചല്ലേ. അതല്ലേ നേരത്തെ പറഞ്ഞത്, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്. ആർക്കും ഒന്നും ഓർക്കാൻ സമയമില്ല. എന്നാൽ അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന മറ്റൊരാളുണ്ട്, കുല്ലു മൻ അലൈഹാ ويبقى وجه ربك ذو الجلال والإكرام. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ മറ്റൊരാളാണ് കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാവരും നശിക്കുമേ, എല്ലാവരും നശിക്കുമേ, എല്ലാം നശിച്ചു പോയി. എല്ലാം ദുനിയാവിന്റെ എല്ലാ ശക്തികളും ചമർന്നവർന്ന് എല്ലാം നശിച്ച് അവസാനം അല്ലാഹുവിന്റെ കോർട്ടിലേക്ക്, കോടതിയിലേക്ക് കയറി ചെല്ലുന്ന സമയമുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഒന്ന് ബാക്കിയാവുക മാസിവല്ലാഹു തആല, അല്ലാഹുവല്ലാതെ മറ്റെല്ലാം നശിക്കും. മാസിവൽ ബാരി തആല, അല്ലാഹുവല്ലാതെ മറ്റെല്ലാം നശിച്ച് എല്ലാത്തിനും ഒരു മടക്കമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത് കുല്ലു നഫ്സിൻ, അതുകൊണ്ടല്ലേ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. എല്ലാവരും അന്ത്യയാത്ര ചെയ്യേണ്ടവരാണ്. എല്ലാവരും ആത്മീയമായി മടങ്ങേണ്ടവരാണ്. ആത്മാവിന്റെ യാത്ര അനുഭവിക്കേണ്ടവരാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാത്രം ബാക്കിയാകും. അതുകൊണ്ടല്ലേ പറഞ്ഞത് സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞത്, അൽ യൗമ നഹ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ദുനിയാവിൽ ജീവിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ആത്മാവ് അനുസരിക്കും. പക്ഷേ ആഖിറത്തിൽ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ അത് കേൾക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത് പോലെ കേൾക്കും. വഅബ്ദുൽ ഹവായ താസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവതൻ ഉൻദ സദമിൻ ബലിയതി. അബ്ദുല്ലാഹ് യാഫി, തസവ്വുഫിന്റെ ലോകത്തെ ഏറ്റവും വലിയ ഉത്കൃഷ്ടനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹ് യാഫി. തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയാണ്, പറഞ്ഞ വാക്കാണ്, വഅബ്ദുൽ ഹവായ താസു മിൻ അബ്ദി റബ്ബിഹി. ശരീരം പറയുന്നത് പോലെ കേട്ട് ജീവിക്കുന്ന മനുഷ്യനും വഅബ്ദി റബ്ബിഹി, അല്ലാഹുവിന്റെ അടിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? വഅബ്ദി റബ്ബിഹി ലദാ ശഹവതൻ ഇൻദ സദ്മിൻ ബലിയതി. വിചാരങ്ങൾ വരുമ്പോൾ മോശമായ ചിന്താഗതിയുമായി ജീവിക്കുന്നിടത്ത് പിടിച്ചു നിൽക്കലാണ് മുഅ്മിനിന്റെ അടയാളം. മുഅ്മിനത്തായ ഒരാളെ അടയാളം അവിടെയാണ് മോനെ. അള്ളാന്റെ അടിമയാണ്. നമ്മൾ വാ കൊണ്ട് പറയുന്നത് പോലെയല്ല, അള്ളാന്റെ അടിമയാണെന്ന് പറയാൻ നമുക്ക് കൽപ്പ് വേണമെങ്കിൽ പരീക്ഷണ ഘട്ടങ്ങളെ തരണം ചെയ്യണം. വിചാരങ്ങളെ നിയന്ത്രിച്ച് വാക്കിലൊതുക്കാതെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അള്ളാന്റെ ഇബാദ്, അള്ളാന്റെ അടിമ എന്ന വിശേഷണത്തിന് അവൻ മാത്രയാവുക, അവൻ പാത്രീഭൂതനാവുക എന്ന് അബ്ദുല്ലാഹി യാഫി തങ്ങൾ പറഞ്ഞത് സാക്ഷാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ റൂഹ് ആടിക്കൊണ്ടിരിക്കും. പക്ഷേ ആഖിറത്തിലെത്തി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയല്ല, നമ്മുടെ ശരീരം വെറും ഒരു അനങ്ങാപ്പറയാണ്. ആത്മാവ് അല്ലാഹ് പറയുന്നത് പോലെ കേൾക്കും. അതുകൊണ്ടല്ലേ യാസീനിൽ അല്ലാഹ് പറഞ്ഞത്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നമ്മുടെ വായകൾക്ക് സീല വെക്കപ്പെട്ടു പോയി. ഏതെല്ലാം ചെയ്ത് എന്തെല്ലാം ചിന്തിച്ചുവോ അതിന്റെ എല്ലാം മേലെ അല്ലാഹു സീലങ്ങ് വെക്കും. പിന്നെ മിണ്ടാൻ പറ്റൂല,
ഒരക്ഷരം അനങ്ങാൻ പറ്റൂല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, എന്നിട്ടോ വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കരങ്ങൾ സംസാരിക്കും, നമ്മുടെ കരങ്ങൾ സംസാരിക്കും. പച്ചക്കള്ളമാണ് പറയുന്നത് എന്നവർ പറയും. വതശ്ഹദു അർജുലുഹും, കാലുകൾ അതിനെ സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും, ചിന്തിച്ച ഓരോ ചിന്തകൾക്കും, ചെയ്തു കൂട്ടിയ ഓരോ പ്രവർത്തനങ്ങൾക്കും, ഓരോ അമലുകൾക്കും, ഓരോ ചിന്തകൾക്കും നമ്മുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ റോഡ് ഉണ്ടാവുകയില്ലെന്ന് അള്ള തന്നെ പറയുകയാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ശരീരം റൂഹിനോട് പരാതി പറയും. റൂഹിനോട്, ആത്മാവിനോട് നമ്മുടെ ശരീരം പരാതി പറയും. എന്താ പറയാ? നിനക്ക് വേണ്ടിയല്ലടാ ഞാൻ ദുനിയാവിൽ തോന്നിയവാസം ചെയ്തത്, നിനക്ക് വേണ്ടിയല്ലടി ഞാൻ ദുനിയാവിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തത്, നിനക്ക് വേണ്ടിയല്ലടാ ഞാൻ ഹറാം ചെയ്തത്, നിനക്ക് വേണ്ടിയല്ലടി ഞാൻ സകല ഹറാമും ചെയ്തത്. എന്നിട്ട് എനക്കെതിരെ നീ സംസാരിക്കുന്നു. അത് അല്ലാഹു പറയുന്ന തീരുമാനമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശരീരം, ആ മനുഷ്യൻ, ആ മനുഷ്യത്തി അല്ലെങ്കിൽ ആരാണോ ആ വ്യക്തി പൊട്ടിക്കരയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പക്ഷേ അവിടുന്ന് ഒഴിഞ്ഞു മാറും. ഞാൻ പറഞ്ഞോ നിന്നോട് ചെയ്യാൻ, അള്ള പറഞ്ഞില്ലയോ നിനക്ക് നല്ലതും നേരും നേർന്നരികയും ഏതാണെന്ന് അള്ള നിനക്ക് കാണിച്ചു തന്നിട്ടില്ലയോ, അള്ള നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, എന്നോടടക്കം പറയുകയാണ്. തിരിച്ചൊരു ചോദ്യം ഉണ്ടാകും. അതല്ലേ ആദ്യം തന്നെ പറഞ്ഞത്, അലസ്തു ബിറബ്ബികും ബലാ വശഹിദ്നാ, എല്ലാം നിനക്ക് തന്നിട്ടില്ലയോ? ഏതാണ് ശരി ഏതാ തെറ്റ് എന്ന് ആദ്യമേ എല്ലാം പറഞ്ഞിട്ടില്ലയോ? പിന്നെന്തിനാ വീണ്ടും തെറ്റിലേക്ക് പോയത് എന്ന് ഒരു ചോദ്യം ഉണ്ടാകും. ആ സമയത്ത് ഉത്തരമില്ലാതെ നമ്മൾ വിറകലിച്ച് നിൽക്കേണ്ട ഗതികേടുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ശരീരം അമാനത്താണ്, റൂഹിനെ പരിപാലിക്കണം. ശരീരം അമാനത്താണ്. ഈ ശരീരം അല്ലാഹു തിരിച്ചു കൊടുക്കേണ്ടതാണ്, റൂഹ് റബ്ബിലേക്ക് മടങ്ങേണ്ടതാണ്. അതുകൊണ്ട് ആത്മാവിന്റെ യാത്ര എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുകയാണ്, അവസാന സമയമുണ്ട്. അത് നല്ലത് എങ്ങനെയാണ് തിരിച്ചറിയുക? വലത് കൈയിലേക്ക് കിതാബ് ലഭിക്കുന്ന വിഭാഗമുണ്ട്. അവർ രക്ഷപ്പെട്ടവരാണ്, അവർ എല്ലാ നിലക്കും വിജയികളാണ്. മാത്രം പോരാ ഇടത് കൈയിലേക്ക് ഏടുകൾ ലഭിക്കുന്നവരുണ്ട്. അവർ പരാജിതരാണ്, അവർ നഷ്ടത്തിലാണ് എന്ന് അള്ള പറയുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, വലത് കൈയിലങ്ങ് വാങ്ങിയാ പോരെ, നമ്മുടെ വലത് കൈ അങ്ങ് നീട്ടിയാ പോരെ. നീട്ടാൻ സാധിക്കുകയില്ല, നീട്ടാൻ സാധിക്കുകയില്ല. അവിടെ അള്ളാഹുവിന്റെയാണ് തീരുമാനം, അവിടെ അള്ളാഹുവിൻ്റെതാണ് തീരുമാനം. ആ തീരുമാനം അനുസരിച്ച് കൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും, എല്ലാ കർമ്മങ്ങളുടെ വിധിവിലക്കുകളും അവിടെ നടക്കുകയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരണം, നമ്മുടെ ഉള്ളിലേക്ക് കയറി വരണം. ആത്മാവിന്റെ യാത്ര. ഒരു ദിവസം ഈ ദുനിയാവ് വിട്ടങ്ങോട്ട് പോകുമ്പോൾ മയ്യത്ത് കട്ടിൽ കാണും പേടിച്ചവൾ, മയ്യത്ത് കട്ടിൽ കാണുമ്പോൾ മാറി നിന്നവർ, മയ്യത്ത് കട്ടിൽ കാണുമ്പോൾ അല്ലാഹുവിനെ വിളിച്ചവർ, അതിൽ കാണുമ്പോൾ കടക്കാൻ പേടിച്ചവർ, അത് കാണുമ്പോൾ കണ്ടുപൊത്തിയവർ, അത് കാണുമ്പോൾ ഒഴിഞ്ഞു മാറിയവർ. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും എത്ര ഒഴിഞ്ഞു മാറിയാലും, ഒരു ദിവസം നമ്മൾ കടക്കാൻ പഠിച്ചാലും, ഒരു ദിവസം നമ്മൾ നിശ്ചലമായി കിടക്കുന്ന സമയത്ത് ജനങ്ങൾ വന്നിട്ട് നമ്മൾ അതിലെ കടക്കുന്ന ഒരു സമയമുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ, അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ റഹ്മാനേ. എന്തായാലും ഒരു ദിവസം വരും. അതെപ്പോഴാണ്? ഇവിടെയാണോ, എപ്പോഴാണോ, എപ്പോഴാണ്, ഏത് ഹാലിലാണ്, ഏത് അവസ്ഥയിലാണ്, എങ്ങനെയാണെന്ന് പറയാൻ കഴിയൂല. അല്ലാഹുവേ നന്നാക്കണേ അല്ലാഹ്. മരണസമയം നന്നാക്കി തരണേ റഹ്മാനേ. ആ സമയത്ത് സകറാത്തിന്റെ ഹാലിൽ ഞങ്ങളെ നീ ഫദിയത്തിലാക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ നാവുകളെ നീ കുഴപ്പിക്കല്ല റഹ്മാനെ, ഞങ്ങളുടെ കൽബ് നീ കുഴപ്പിക്കല്ല അല്ലാ. ആ സമയത്ത് ഈമാൻ ഏറ്റി തരണേ അല്ലാ. ആ സമയത്ത് ശരീരത്തിന് താക്കത്ത് നൽകണേ അല്ലാ. അതിനോട് പ്രതിരോധിക്കാനുള്ള ഹിമ്മത്ത് നൽകണേ അല്ലാ. എല്ലാവരും മലക്കുൽ മൗത്തിനെ സലാം ചൊല്ലി, ആ മലക്കുൽ മൗത്തിനെ സലാം ചൊല്ലി വരവേറ്റ് നല്ല റൂഹ് എങ്ങനെയാണോ മുഅ്മിനീങ്ങളെ കൊണ്ടുപോയത് അതുപോലെ തങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ റഹ്മാനെ, എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ റഹ്മാനെ. അതുകൊണ്ടല്ല പരിശുദ്ധ റസൂൽ പറഞ്ഞത്, എത്രയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച മഹാന്മാരെ കൂട്ടത്തിൽ ഒന്നാമത്തെയാളാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല തങ്ങൾ. അവിടുന്ന് ഒരു ദിവസം കരയുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് കരയുമ്പോൾ ആരോ ചോദിച്ചു, സിദ്ദീഖേ എന്തിനു വേണ്ടിയാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, സ്വഹാബത്ത് വന്ന് പറയുകയാണ്, അങ്ങ് സ്വർഗ്ഗത്തിലല്ലയോ സിദ്ദീഖ്, അങ്ങ് ആദ്യത്തെ ആളല്ലയോ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ ആദ്യത്തെ ആളല്ലയോ, ആദ്യത്തെ ആൾ താങ്കളല്ലയോ, പിന്നെന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകളിൽ എന്ത് തന്നെ ഉണ്ടായാലും അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ അല്ലാഹുവിന്റെ ഫളിലില്ലാതെ രക്ഷപ്പെടൂലാന്ന് എന്റെ മുത്ത് റസൂൽ പറഞ്ഞില്ലയോ. ശരി, നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ്. എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിച്ച ആൾ തന്നെയാണ്. എങ്കിലും ശരി, എന്റെ ഒരു കാല സ്വർഗത്തിലും മറുകാല സ്വർഗത്തിന് പുറത്താണെങ്കിൽ ഞാൻ അസ്വസ്ഥനാണ്, സ്ഥിതിക്ക് അസ്വസ്ഥനാണ്. എന്റെ രണ്ട് കഥവും എന്റെ രണ്ട് കാലുകളും സ്വർഗത്തിലേക്ക് വെച്ചിട്ടല്ലാതെ എനിക്ക് സന്തോഷം വരികയില്ല എന്ന് മറുപടി പറഞ്ഞപ്പോ അവിടുന്ന് തിരിച്ചു കൊടുത്തൊരു മറുപടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് സ്വർഗമാണെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. റസൂലുള്ളാഹിന്റെ വാക്ക് തെറ്റുകയില്ല. എങ്കിലും എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ കൊണ്ട് നീ ഒന്ന് ബേജാറ് വേണേ, ഒരാശങ്ക വേണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഒരുപാട് മഹാന്മാര്, എത്രയോ വലിയ വലിയ മഹാന്മാര് സക്കറാത്തിന്റെ സമയത്തോട് പതറിപ്പോയത്. ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ സക്കറാത്തിന്റെ സമയത്തല്ലേ പതറിപ്പോയത്. ഇത്രയെത്ര ആലിമീങ്ങൾക്കുള്ള ഉസ്താദാണ്, ഇത്രയെത്ര വലിയ പ്രഗത്ഭരായ ഉലമാക്കൾ ഉസ്താദാണ്. ഉലമാക്കൾ അറിയപ്പെട്ട എത്രയോ മഹാന്മാരെ ഉസ്താദുമാരുടെ അല്ലാമയാണ് ഫഖറുദ്ദീൻ റാസി തങ്ങൾ. അവസാനം സക്കറാത്തിന്റെ വേളയിൽ ദിക്റ് ചൊല്ലാൻ നാവ് വഴങ്ങാതെ വന്ന സമയമുണ്ട്. ദിക്റ് ചൊല്ലാൻ നാവ് വഴങ്ങാതെ വന്ന സമയത്ത് അവിടുന്ന് വല്ലാതെ ബേജാറായി പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയാതെ വന്നപ്പോൾ അവിടുന്ന് ബേജാറായപ്പോഴാണ് അവിടുത്തെ ഉസ്താദ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ചൊല്ല് മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവിടുന്ന് പറഞ്ഞ സന്ദർഭത്തിലല്ലേ എങ്ങനെയല്ലോ ആ ദിക്റ് പറഞ്ഞു വെച്ചത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, അത് തന്നെയല്ലേ പരിശുദ്ധ റസൂൽ പറഞ്ഞത്, ലാ യജ്ബു അഹദു മിൻകും ബിഅമലി. അമലുണ്ട് എന്ന് കരുതി ആരും അഹങ്കരിച്ചു പോവണ്ട, നിസ്കാരമുണ്ട് എന്ന് കരുതി അഹങ്കരിച്ചു പോവണ്ട. ഓത്തുണ്ട്, എല്ലാ കർമ്മങ്ങളും ഉണ്ട്, പക്ഷേ എവിടെയോ നിയത്തിന് പാളിച്ച വന്നുപോയി, എവിടെയോ നിയത്തിന് പാളിച്ച വന്നുപോയി. ആ പാളിച്ചയിലാണ് അല്ലാഹു പിടിച്ചത്, ആ വല്ലാത്ത വിഘ്നസിലേക്കാണ് അല്ലാഹു പിടിച്ചത്. എന്തേ ഇങ്ങനെ ചിന്തിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നാളെ റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടം 14 പൊരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ടല്ലേ വല അൻത യാ റസൂലല്ലാഹ്, നബിയെ താങ്കളും അതിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ വല അനാ ഞാനും അതിൽ പെടുമെന്ന് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്. അത് റസൂലുള്ളാഹിന്റെ തവാദുവാണ്, അത് റസൂലുള്ളാഹിന്റെ കൈമയാണ്. എല്ലാത്തിലും അവിടുന്ന് കഷ്ടപ്പെട്ട പ്രവാചകനാണ്. നമുക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു പോയ മഹാനാണ്. നമുക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു പോയ കണ്ണീരൊഴുകിയ അവസാനത്തെ യാത്രയിൽ, ആത്മാവിന്റെ യാത്ര എന്ന് പറയുന്ന അന്ത്യയാത്രയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി കരഞ്ഞു പോയത് കൊണ്ടാണ്. അതുകൊണ്ടല്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ തന്റെ ചെവി അങ്ങോട്ട് ഓർമ്മിച്ച് വെച്ചപ്പോ എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഉമ്മത്തി ഉമ്മത്തി എന്നല്ലേ. എന്നിട്ട് പറഞ്ഞില്ലേ അസ്റായീൽ,
എന്തോ ഒരു വേദനയാണ് അസ്രായീൽ. ഈ റൂഹ് പിടിക്കുമ്പോൾ ഇതിന് എന്തോ ഒരു വേദനയാണ്, ബന്ധമില്ലാത്ത വേദനയാണ്, സഹിക്കാൻ പറ്റണില്ലല്ലോ അസ്രായീലേ. എന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്റെ സാധുവായ, എന്റെ പാവങ്ങളായ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അസ്രായീൽ എന്റെ ഉമ്മത്തിനോട് കരുണ കാണിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ രണ്ട് കാലുകളും വിയർപ്പ് മുട്ടി, രണ്ട് കാലുകളും നീര് വെച്ച് അവിടുന്ന് സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി എന്ന് ചോദിച്ചത്, എന്തിനാ ഇങ്ങനെ നിസ്കരിക്കുന്നത്? എല്ലാ തെറ്റുകളും അങ്ങേക്ക് പുറത്തു തന്നില്ലയോ നബിയേ? അല്ലാഹു എല്ലാ പാപങ്ങളും അങ്ങേക്ക് പുറത്തു തന്നതല്ലയോ? അവിടുന്ന് നേരെയല്ലേ സ്വർഗത്തിന്റെ നേതാവ് അവിടുന്നല്ല നബിയേ? എല്ലാ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുന്നല്ല നബിയേ? പിന്നെന്തിനാ ഇങ്ങനെ കരയുന്നത്? മുൻകഴിഞ്ഞ പാപങ്ങളും ശേഷമുള്ള പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങൾ മുഴുവൻ അങ്ങേക്ക് പുറത്തു തന്നില്ലയോ യാ റസൂലല്ലാഹ്? ആയിഷ ബീവി ചോദിച്ച സമയത്ത് ആ ആയിഷ ബീവിയോട് നമുക്കറിയാം, പണ്ടേക്ക് പണ്ട് റസൂലുള്ളാഹി പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ഇതെല്ലാം ഉണ്ടെങ്കിലും ആയിഷ ഞാൻ ബേജാറിലാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദിയുള്ള അടിമയാവട്ടെയോ എന്ന് പറഞ്ഞ് ആത്മീയ യാത്രയ്ക്ക് ഒരുക്കം കൂട്ടിയ മഹാനുഭാവനാണ്. ആത്മീയ യാത്രയ്ക്ക് ഒരുക്കം കൂട്ടിയ നേതാവിന്റെ പേരാണ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, കാരണം എപ്പോഴും പോവുകയാണ്. ആത്മാവിന്റെ യാത്ര എന്ന് പറയുമ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ MP വാസുദേവനാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, മരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം ഒരു മുസ്ലിമല്ല, അദ്ദേഹം കേരളത്തിൽ അറിയപ്പെട്ട ഒരു വലിയ ഒരു പ്രതിഭാശാലിയായ എഴുത്തുകാരൻ. ആ അഭിമുഖത്തിൽ അദ്ദേഹം തന്റെ പ്രായാധികത്തിൽ ഇരിക്കുമ്പോൾ അവസാനം കൊടുത്തൊരു മറുപടിയുണ്ട്. സത്യത്തിൽ ഖുർആന്റെ മറുപടിയാണ്. ആ പ്രവർത്തകരോട്, പത്രപ്രവർത്തകരോട് അദ്ദേഹം അവസാനം കൊടുത്തൊരു മറുപടിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തമ്മിലുണ്ട്, ഒരുങ്ങണം, തയ്യാറാവണം. അത് ഒരു ദിവസം നമ്മിൽ ഓരോരുത്തരും അതിനെ രുചി അറിയുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ മറുപടി നേരെ ചെന്നത് ഖുർആന്റെ മുത്തുകളിലേക്കാണ് ആ മറുപടി ചെന്ന് അവസാനിച്ചത്. അപ്പോൾ ലോകത്ത് എന്ത് സംവിധാനങ്ങൾ വന്നാലും, ഏത് ആധുനിക ശാസ്ത്രം എത്ര വളർന്നാലും അവസാനം അവരൊക്കെ സമ്മതിക്കുന്ന ഒരു സംഗതിയുണ്ട്, എത്ര തന്നെ എന്ത് പറഞ്ഞാലും ഈ ദുനിയാവ് നശിക്കും. ഇതിന്റെ അവസാനം നശ്വരമല്ലാത്ത എന്നൊന്നും ശാശ്വതമായ ഒരു അനശ്വരമായ ഒരു ജീവിതത്തിലേക്ക് എല്ലാവരും കയറിച്ചെല്ലും. അങ്ങനെ ഒരു സംവിധാനം വരാറുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം, ആധുനിക ശാസ്ത്രം പോലും പറയുന്നിടത്ത് നമ്മൾ ആലോചിക്കണം. ആ സംവിധാനം തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ സംവിധാനത്തിന്റെ ഒരു സുന്ദരമായ കാഴ്ചയാണ്, മുഖങ്ങളെയാണ് ഖുർആനിലൂടെ അള്ളാഹു നമ്മളെയും കൂടി പഠിപ്പിച്ചത്. അള്ളാഹു അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ്